ഹൗസ് പ്രോപ്പർട്ടിയിലെ മെജോറിറ്റി ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് അതിൻ്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട് ഹൗസ് പ്രോപ്പർട്ടി രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട്. രണ്ട്, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതുമുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് എന്താണ്, ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അതിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നു. ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടിനാണ് നമ്മൾ എന്ത് വിളിക്കാം? സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി. അതിൻ്റെ മീനിങ് തന്നെ ഉണ്ടത്, പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? നില്ലായിരിക്കും. അത് ഓർമ്മിച്ച് വെക്കണേ. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ എപ്പോഴും എന്താണ്? നില്ലാണ്, മീൻസ് സീറോ ആണ്. എന്തുകൊണ്ടാണ് സീറോ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊരു താമസിക്കുന്നതാണ്, നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി താമസിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്തില്ല? ദർ ഈസ് നോ റെൻ്റൽ ഇൻകം, നമുക്കതിൽ നിന്ന് വാടകയൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് GAV എന്തായിരിക്കും? നില്ലായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ടാക്സ് പെയർ ക്യാൻ ക്ലെയിം അപ് ടു 2 ഹൗസ് പ്രോപ്പർട്ടീസ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ്. സപ്പോസ് നിങ്ങൾക്കൊരു 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങളുടെ ഉടമസ്ഥതയിൽ 3 ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഈ മൂന്നും നിങ്ങൾക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്നാണ്. പറ്റില്ല. നമുക്ക് മാക്സിമം എത്ര ഹൗസ് വരെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് പറ്റുള്ളൂ? 2 ഹൗസ് വരെ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് പറ്റും. അതാണ് പറഞ്ഞത്, ടാക്സ് പെയർ ക്യാൻ ക്ലെയിം അപ് ടു 2 ഹൗസ് പ്രോപ്പർട്ടീസ് ആസ് സെൽഫ് ഒക്യുപ്പൈഡ്. ബാക്കിയുള്ളത് നിങ്ങൾ എന്തായാലും കണക്കാക്കണം? വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കപ്പെടണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഉണ്ട്, അതിൽ 2 നമ്മൾ എന്തായിട്ട് എടുക്കും? സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കും. ബാക്കിയുള്ള 1 നമ്മൾ എന്തായിട്ട് എടുക്കണം? ലെറ്റ് ഔട്ട് ചെയ്തതായിട്ട് കണക്കാക്കപ്പെട്ടിട്ട് അതിന് ടാക്സ് കൊടുക്കണം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. എന്താണ്? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്താ അത് ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്ക് മോർ ദാൻ 2 ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ട് എങ്കിൽ അതിൽ 2 ഹൗസ് പ്രോപ്പർട്ടീനെ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് എടുക്കുകയും അഡീഷണൽ വരുന്ന ഹൗസ് പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് എടുക്കണം. അതായത് വാടകയ്ക്ക് കൊടുത്തതായിട്ട് കണക്കാക്കപ്പെടുകയും അതിന് നമ്മൾ എന്ത് കൊടുക്കണം? നികുതി കൊടുക്കുകയും വേണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവാണ്. GAV എന്തായിരിക്കും എന്ന് പറഞ്ഞു? നില്ലായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിൻ്റെ കേസിൽ GAV എന്താണ്? നിൽ. ഇനി മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് കനോട്ട് ബി ഡിഡക്റ്റഡ്. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഉണ്ടാവില്ല, വീട് നികുതി, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി ഡിഡക്റ്റഡ് ആണ്. ലെറ്റ് ഔട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് അവിടെ ലെസ് ചെയ്തിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നോക്കി, ഡിഡക്ഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൻ 24B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. 24B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെയും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. അതാണ് നമുക്ക് തെറ്റിപ്പോകാനുള്ളൊരു ചാൻസ്. 24B പ്രകാരം നമുക്ക് 2 ലിമിറ്റ് വരുന്നുണ്ട്. മാക്സിമം ലിമിറ്റ് ഓഫ് ₹2 lakhs. അതെപ്പോഴാണ് വരുന്നത്? ദിസ് അപ്ലൈസ് ഇഫ് ദ ലോൺ വാസ് ടേക്കൺ ഓൺ ഓർ ആഫ്റ്റർ April 1, 1999. April 1, 1999 ശേഷമാണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര ഇൻട്രസ്റ്റ് ഓൺ ലോൺ ക്ലെയിം ചെയ്യാൻ പറ്റും? 2 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് April 1, 1999 മുന്നേ ആണെങ്കിലോ നിങ്ങൾക്ക് എത്രയേ പറ്റുള്ളൂ? 30,000 രൂപയാണ് സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് വെക്കുക. സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് GAV ഇല്ലായിരിക്കും, മുനിസിപ്പൽ ടാക്സിന് ഇല്ലായിരിക്കും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇല്ലായിരിക്കും. നമുക്ക് 24B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതും എന്താണ്? 2 ക്രൈറ്റീരിയ ആണ്. നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത്
ഏപ്രിൽ 1, 1999 മുൻപാണെങ്കിൽ 30,000 രൂപയും അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും ക്ലെയിം ചെയ്യാം? 2 ലക്ഷം രൂപയും ക്ലെയിം ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് എക്സാമിനൊരു ക്വസ്റ്റ്യൻ വരികയാണ്, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തരികയാണ്. നമുക്ക് 5 ലക്ഷം രൂപ കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. പകരം നമുക്ക് എത്ര മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ? 2 ലക്ഷം മാത്രമേ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. ഇനി GAV-നിലാണ് അല്ലേ? GAV-നിൽ പക്ഷെ നമുക്ക് എന്ത് മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എപ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. നെഗറ്റീവ് ഫിഗർ എന്ന് വെച്ചാൽ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും കിട്ടുക. നമുക്കൊരിക്കലും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടില്ല. എന്തേ കിട്ടുള്ളൂ? ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം. അപ്പോൾ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകംസിൽ ചില ഹൗസ് പ്രോപ്പർട്ടി ഇൻകംസ് എക്സംപ്റ്റഡ് ആണ്. അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? 2 സെൽഫ് ഹൗസ് വരെ നമുക്ക് എന്താക്കാം? സെൽഫ് ഓക്യുപ്പൈഡ് ആയിരിക്കാം. അതിന് നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2 കൂടുതലുണ്ടെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കപ്പെടണം? ഡീം ടു ബി ലെറ്റ് ഔട്ട് ആയിട്ട് കണക്കാക്കപ്പെടണം. ഇനി പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പർപ്പസിനാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രൊഫഷന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ബിൽഡിംഗ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് അറിയാമല്ലോ എന്താണെന്നുള്ളത്. ചാരിറ്റബിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, റിലീജിയസ് ട്രസ്റ്റ് നിങ്ങൾക്കറിയാം. ഇതിന് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ സ്ഥാപനങ്ങൾ, അവരുടെ ഓഫീസ് കാര്യങ്ങൾ അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ട്രേഡ് യൂണിയൻ, എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുടെ ഹൗസ് പ്രോപ്പർട്ടീസിനൊന്നും നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സ് റൂളർ പാലസസ്. എന്താ ഈ എക്സ് റൂളർ പാലസ് എന്നാൽ? നമ്മൾ മുൻപ് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ പാലസ് മീൻസ് കൊട്ടാരങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഹൗസ് പ്രോപ്പർട്ടിയിലുള്ളത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് 2 ടോപ്പിക്കും കൂടി ഇതിൽ തിയറി പാർട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഒന്ന് കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി. കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ഹൗസ് പ്രോപ്പർട്ടി ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ഓൺ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കാം? കോ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. ഓക്കെ, കോ ഓണർഷിപ്പ്, അതായത് ഒരു പ്രോപ്പർട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാവും, അതിനാണ് കോ ഓണർഷിപ്പ്. ഇനി രണ്ടാമത്തെ ഒരു ടേം എന്ന് പറയുന്നത് കോമ്പോസിറ്റ് റെൻ്റാണ്. എന്താ ഈ കോമ്പോസിറ്റ് റെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പം ചിലപ്പം വീട് മാത്രമായിരിക്കില്ല കൊടുക്കുന്നുണ്ടാവുക, അഡീഷണലി ചിലപ്പോൾ ഫർണിച്ചർ കൊടുക്കുന്നുണ്ടാവും അല്ലേ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ എക്സ്ട്രാ ഫെസിലിറ്റി ആയിട്ടുള്ള ലിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവും, സെക്യൂരിറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഹൗസ് പ്രോപ്പർട്ടിയിൽ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള അഡീഷണലി കൊടുക്കുന്ന ഫെസിലിറ്റീസിന് നമുക്ക് റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെന്താ വിളിക്കുക? കോമ്പോസിറ്റ് റെൻ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ തിയറി പാർട്സ് ആയിട്ട് വരുന്നത് ഹൗസ് പ്രോപ്പർട്ടിയിൽ. ഇനി നമുക്ക് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്.